ഹലോ ഗായ്സ്, എല്ലാവർക്കും അടുക്കള.comലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നോമ്പൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തായാലും അത്താഴത്തിൻ്റെ സമയത്തായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഓട്സിൻ്റെ റെസിപ്പിയാണിത്. ശരിക്കും നോമ്പെടുത്താൽ നമ്മുടെ തടി കുറയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് നോമ്പ് കാലങ്ങളിൽ നമ്മുടെയൊക്കെ വെയിറ്റ് കൂടി വരുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് മധുരമുള്ള ജ്യൂസുകളും എണ്ണ പലഹാരങ്ങളൊക്കെ ധാരാളം കഴിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ സമയത്തോ നമുക്ക് ഇതുപോലുള്ള ഓട്സിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്സിൻ്റെ ഐറ്റം ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. ഞാൻ 1/2 ലിറ്റർ പാലിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. എനിക്കിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലിൻ്റെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓണാക്കാം. ഈ ഒരു പാലിവിടെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങൾ റെഡിയാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. ഞാനിവിടെ ഒരു ആപ്പിൾ, ഒരു അനാറ്, ഒരു നേന്ത്രപ്പഴം ഇതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുപഴം മതിയെങ്കിൽ അതെടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓട്സിൻ്റെ അളവ് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടി കൊടുക്കണം. അതായത് നിങ്ങൾ 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലേക്ക് 1 കപ്പ് ഓട്സ് എടുക്കണം. 8 ടേബിൾ സ്പൂണോളം ഓട്സ് വേണ്ടി വരും. ഞാനിവിടെ 1/2 ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 1/2 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓട്സാണ് നന്നായിട്ട് കട്ട പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അഥവാ കട്ട പിടിക്കുകയാണെങ്കിൽ നമ്മളിതാ ഇതുപോലെ കോരിയെടുത്തിട്ട് വേറൊരു സ്പൂൺ കൊണ്ട് ആ കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കാം. അങ്ങനെ ഓട്സ് കട്ടകളെല്ലാം ഉടച്ചു കൊടുത്തിട്ട് നല്ല ഫൈനാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3-4 മിനിറ്റോളം നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് മധുരം ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം തേൻ ഒഴിച്ചു കൊടുക്കുക. ചൂടുള്ള ഒരു ഫുഡിലേക്ക് ഒരിക്കലും തേന് ഒഴിച്ചു കൊടുക്കരുത് എന്നാണ് പറയാറ്. നമുക്ക് ശരിക്കും ഈ ഫ്രൂട്ട്സിൻ്റെ ആ മധുരം മതിയാവും കേട്ടോ ഇത് കഴിക്കാൻ. ഞാൻ അങ്ങനെയാണ് കഴിക്കാറ്. ഞാനിതിലേക്കിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു ആപ്പിൾ മൊത്തത്തിൽ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ. ഇനി അനാറിൻ്റെ സീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ നമ്മൾ പുളിയുള്ള ഫ്രൂട്ട്സ് ചേർക്കുന്നത് ഒഴിവാക്കണേ, അതാകും നല്ലത്. ഇനി അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലാത്തവർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കുറച്ച് ഡേറ്റ്സ് ആണ്, ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ വേണ്ടത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്. അതും ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. കുറച്ച് ബദാമും കൂടി എടുത്തിട്ടുണ്ട്. അതും ചെറുതായി കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി നന്നായി കഴുകിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ.
നല്ല കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കൂടാതെ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വെയിറ്റ് ലോസിന് പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നോമ്പ് കാലങ്ങളിൽ നമ്മൾ ഇത് നോമ്പ് തുറക്കുന്ന സമയത്തും നമുക്കിത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുലർച്ചെ, അതായത് അത്താഴ സമയത്ത് വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ. പിന്നെ മധുരമോ എണ്ണയോ ഒന്നും നമ്മളിതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.